നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലാസ്റ്റ് വൂം ഹീലിങ്ങിനെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇന്നലെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഒരുപാട് മെയിലും കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് വീഡിയോസിന് വന്ന കമൻസും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയി പോവും, കാരണം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഇത് ഇപ്പം ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ലെങ്തി ആയി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തതാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ നഷ്ടപ്പെട്ട ആ കാഴ്ച രേഖി വെച്ച് തിരിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്തപ്പോൾ എന്നിട്ടും ഞാൻ ഇതിന് റിപ്ലൈ തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് റീസൺ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ജന്മനാ ഉള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ്, ഇപ്പം തിമിരം പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് നഷ്ടമായതാണോ, അല്ലെങ്കിൽ വേറെ ഇപ്പം ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളാണോ, ഇത് എന്താണെന്നുള്ളത് ആ കമൻറ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇനി ഒരു കാര്യം പറഞ്ഞു തരാം. ഇപ്പം എന്തെങ്കിലും അസുഖം ബാധിച്ചതാണെങ്കിൽ നമുക്ക് റേക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്ന് ചെയ്ത് നാളെ മാറും എന്നല്ല പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാറിയ ചരിത്രങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പം മാറ്റില്ല അല്ലെങ്കിൽ മാറാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമായും ചിലപ്പോൾ മാറാനും അത് നിങ്ങൾക്ക് ഈശ്വരൻ തരുന്ന അനുഗ്രഹം പോലെ ഇരിക്കും. പക്ഷെ സാധ്യതയുണ്ട്, മാറാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 3rd ഡിഗ്രിയിൽ എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്, സിമ്പിൾസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾസ് തീർച്ചയായും ഉണ്ട്. 12 സിമ്പിൾസ് ഉണ്ട്. ക്ഷമിക്കുക, ഞാൻ സിമ്പിൾസിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. 12 സിമ്പിൾസാണ് എനിക്ക് എൻ്റെ ഗുരു പഠിപ്പിച്ച് തന്നത് 3rd ഡിഗ്രിയിൽ. പിന്നെ നമുക്ക് സൈക്കിക് സർജറിയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ മെഡിറ്റേഷൻ്റെ കുറച്ചുകൂടി ആഴത്തിലിറങ്ങിയിട്ടുള്ള മെഡിറ്റേഷൻസ്, അതുപോലെ നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് 3rd ലെവലിൽ പഠിക്കാനുള്ളത്. 3rd ലെവലും കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹീലിങ്ങിൻ്റെ, അതായത് ആരാണോ നമ്മളെ അടുത്ത് ഹീലിങ്ങിന് വരുന്നത് അവരുടെ ഡീപ്പ് ലെവലിലേക്ക്, അവരുടെ സോൾ ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഹീലിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പം കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 3rd ലെവലിൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം എടുത്ത് പറയാം. നിങ്ങളുടെ ഓരോ ഗുരുവിൻ്റെ അടുത്തു നിന്നുള്ള അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഗുരു എന്താണോ പഠിപ്പിച്ചത് അത് വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ഓക്കെ. ഇനി ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത്, പ്രൊട്ടക്ഷൻ അതായത് നമ്മളൊരു ഹീലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പ്രൊട്ടക്ഷൻ എടുത്താലും അവരുടെ ഇമോഷണൽ ബാഗേജസ് നമുക്ക് വരുമോ, നമ്മളെ ബാധിക്കുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇമോഷൻ എന്ന് മാത്രമല്ല, അവർക്കുള്ളതിപ്പം അസുഖങ്ങളായിക്കൊള്ളട്ടെ, ഇനി ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കൊള്ളട്ടെ, പല കാര്യങ്ങൾക്ക് നമ്മളടുത്ത് ക്ലയൻസ് വരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ബുദ്ധിമുട്ടിനാണ് വരുന്നത്. റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ ഏത് കാര്യത്തിനാണോ വരുന്നത് അത് ഏത് കാര്യവും നമുക്ക് ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഹീലിംഗ് ചെയ്യുന്നത് നമ്മളല്ല, രേഖിയാണ്. യാതൊരു തരത്തിൽ ഒന്നും നിങ്ങൾക്ക് ബാധിക്കില്ല. പിന്നെ ഇതിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, റേക്കി ചെയ്യുമ്പോൾ കർമ്മ ബാധിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് വരുമെന്ന്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇനി പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചില ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കാത്തത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല.
അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹീലിംഗ് ചെയ്യേണ്ടുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സഹായം തേടാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, മെയിൽ അയച്ചാൽ മതി. ക്ലാസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 hour ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വീഡിയോ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതിൽ ഓൺ കോളിലാണെങ്കിൽ അങ്ങനെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് റേക്കി ഹീലിംഗ് കൊടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത്, ഇപ്പം ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ അതിനൊരു രീതിയുണ്ട്, പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ. ഇനി വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്. ഈ കാര്യം കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം മാറ്റി എഴുതി വെച്ച കാര്യമാണിത്. ഈ കാര്യം ഇങ്ങനെയാണ്: റേക്കി ഫസ്റ്റ് ലെവൽ പഠിച്ചു, പക്ഷേ അറ്റോൺമെൻറ്റ് എടുത്തിട്ടില്ല. ഈ പഠിപ്പിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ അറ്റോൺമെൻറ്റ് എടുക്കണോ അതോ വേറെ ഏതെങ്കിലും ഗുരുവിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പം റേക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്, പല പല ലാംഗ്വേജിലും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു വിദ്യ പഠിക്കുമ്പോഴും എല്ലാത്തിനും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലേ? ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് റേക്കിയിലെ സിമ്പിൾസ് ആയിക്കോട്ടെ, റേക്കി സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് അറ്റോൺമെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് സിമ്പിൾസ് ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും റേക്കി പഠിക്കുക അറ്റോൺമെൻറ്റ് എടുത്തതിന് ശേഷമാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ലെവലാണ് പഠിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ലെവൽ അറ്റോൺമെൻറ്റ് ആദ്യം എടുത്തിട്ട് അതിന് ശേഷമാണ് എന്തൊക്കെയാണോ നിങ്ങളുടെ ഗുരു നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ലെവൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട്, അറ്റോൺമെൻറ്റ് എടുക്കാണ്ട് എങ്ങനെയാണ് അവരത് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ രീതിയാണ്. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, അത് തെറ്റായ രീതിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇനി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗുരുവായ വിനൂപ് സാറിൻ്റെ അടുത്ത് ഞാൻ നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം സാറാണെങ്കിലും നമുക്ക് അറ്റോൺമെൻറ്റ് തന്നതിന് ശേഷമാണ് നമ്മളെ പഠിപ്പിക്കുക. അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. സോ അങ്ങനെ പഠിക്കാൻ താല്പര്യം എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. മറ്റേത് തെറ്റായൊരു രീതിയാണ്. ആദ്യം നിങ്ങൾ പഠിക്കുക എന്നിട്ട് അറ്റോൺമെൻറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പം ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒരുമിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾസ് അടക്കം കിട്ടും. ചില ആൾക്കാർ ഫസ്റ്റ് ലെവലിൽ തന്നെ സിമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സിമ്പിൾസ് വരെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു സിമ്പിൾസിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ സിമ്പിൾസ് കാണാനുള്ള അർഹത എന്ന് പറയുന്നത് അറ്റോൺമെൻറ്റാണ്. സോ അറ്റോൺമെൻറ്റ് എടുക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണത് പഠിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വരച്ച് പഠിക്കുക, അത് മനസ്സിലാക്കുക. സോ കറക്റ്റായിട്ടുള്ള ഗുരുവിനെ ചൂസ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ക്ലാസ് വാട്സപ്പിലാണോ കൊടുക്കുന്നത്? എനിക്ക് എന്തിൻ്റെ ക്ലാസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു കമൻ്റ് അത്ര ക്ലിയർ ആയിരുന്നില്ല. നിങ്ങളൊന്നുകൂടി പ്രോപ്പറായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. ക്ലാസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ് 2 രീതിയിലാണ് കൊടുക്കുന്നത്. അത് റേക്കി ആണെങ്കിൽ അറ്റോൺമെൻറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി അറ്റോൺമെൻറ്റ് എടുത്തിട്ട് വേറെ ഗുരുക്കന്മാരുടെ നിന്ന് പഠിച്ച ആളുകൾക്ക് അവരുടെ ഡൗട്ട്സാണ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോ കോളിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അബ്രോഡിലുള്ള ആൾക്കാരാണെങ്കിൽ ബോട്ടിം പോലുള്ള ആപ്സ് യൂസ് ചെയ്തിട്ട് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൺ കോളിൽ മതി എന്നാണെങ്കിൽ ഓക്കെ. ചില ആൾക്കാർക്ക് സിമ്പിൾസൊക്കെ ഓക്കെ നന്നായിട്ട് അറിയായിരിക്കും, ചെയ്യേണ്ട ഒരു രീതി മാത്രമേ കിട്ടേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഓൺ കോളിലാണെങ്കിൽ അങ്ങനെ തരും. ഇനി വീഡിയോ കോളിൽ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വീഡിയോ കോളിൽ സിമ്പിൾസൊക്കെ വരച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിൽ അവർ തന്നെ ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, റിലേഷൻഷിപ്പ് ഗോൾ എങ്ങനെയാണ് വെക്കേണ്ടത്? അതായത് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റേക്കിയെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ ഹൈ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആക്കിയിട്ട് ചെയ്യാൻ
വന്ന കമൻറ്റാണ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഹീൽ ചെയ്യുക, മീൻസ് ആ ഒരു ഗോൾ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത്. ഇതിൽ നിങ്ങൾ റേക്കി പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളും ആ ഉദ്ദേശിക്കും, മീൻസ് ആരുടെ റിലേഷൻഷിപ്പാണോ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത് അവർ രണ്ടുപേരും നിങ്ങളുടെ ഫ്രണ്ടിൽ ഉള്ളതായിട്ടും അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും നല്ല രീതിയിലുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അവരിലേക്ക് റേക്കി കൊടുത്താൽ മതി. അതുതന്നെയാണ് ബെസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, റേക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മളടുത്ത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വരുന്നതും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ കുറച്ചുകൂടി ഇരട്ടിയാകും. വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ റേക്കി പഠിച്ച ആളാണോ പഠിക്കാത്ത ആളാണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനും എങ്ങനെയാണ് എനിക്കിത് ക്ലിയർ ചെയ്ത് തരേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. പഠിച്ച ആളാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി പഠിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിലൊക്കെ എഴുതിയിട്ടൊക്കെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഇപ്പം ജേണൽ എഴുതുന്നതാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതുന്നതാണെങ്കിൽ അത് സംഭവിച്ചതായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം എഴുതാൻ. ബിക്കോസ് ആ ആളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റിയതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന തരത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ജേണലൊക്കെ എഴുതാം. അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് പേപ്പറിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് റേക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിലും ആ ആൾ ഇത്രാം തീയതിക്കുള്ളിൽ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതിന്, അല്ലെങ്കിൽ ആൾ ഇങ്ങോട്ട് വിളിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോയതിന് താങ്ക് യു റേക്കി എനർജി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിന് നിങ്ങൾക്ക് റേക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്സപ്പ് നമ്പർ തരാൻ പറ്റുമോ എന്ന്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ, പ്രത്യേകിച്ച് ഡൗട്ട് ക്ലിയറിങ് വീഡിയോസിൻ്റെ ഏറ്റവും ലാസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, എനിക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ എൻ്റെ നമ്പർ വെക്കാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ സൊസൈറ്റി എങ്ങനത്തതാണ് എന്നുള്ളത്. ഏത് നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പം ഞാൻ നമ്പർ വെക്കുന്നതെങ്കിൽ കൂടി എനിക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നമ്പർ തരാൻ പറ്റില്ല. നിങ്ങൾ മെയിൽ ചെയ്താൽ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ എനിക്ക് ഉറപ്പാണ് ഒരുപാട് മെയിൽ വരും എന്നുള്ളത്. വൂം ഹീലിങ്ങിനെ സംബന്ധിച്ചിട്ട് ഇഷ്ടം പോലെ മെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ മെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും നമ്പറും വെക്കണം എന്നുള്ളത്. എത്ര പറഞ്ഞാലും നിങ്ങൾ അത് മാത്രം എന്താ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് മെയിൽ ചെയ്ത് വെക്കും. ഞാൻ എങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അതൊന്ന് മനസ്സിലാക്കുമോ? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ജസ്റ്റ് ആ പേരും നമ്പറും വെക്കാമല്ലോ. മെയിൽ അയക്കുന്ന സമയത്ത് എത്ര നേരം വേണം നിങ്ങളുടെ പേരും നമ്പറും ടൈപ്പ് ചെയ്യാൻ? അത് എത്ര പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു കാര്യം ഒന്ന് ദയവായി ശ്രദ്ധിക്കുക. കാരണം വീണ്ടും ഞാൻ അങ്ങോട്ട് മെയിൽ അയക്കുക, പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് മെയിൽ അയക്കുക. അത്രയും സമയം പോവുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് ഹീലിംഗ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അറ്റോൺമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ഫാമിലിയും കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാവരെയും പോലെ 24 hours എനിക്കേ ഉള്ളൂ. വളരെ ബിസിയാണ്. അപ്പം നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചുമ്മാ മെയിൽ അയച്ചിട്ട് കളിക്കുമ്പോൾ എനിക്ക് ടൈം പോവും. അതുകൊണ്ടാണ് പറയുന്നത് നമ്പർ എനിക്ക് പബ്ലിക്കായിട്ട് വെക്കാൻ പറ്റില്ല. നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. മെയിൽ ചെയ്യുന്ന സമയത്ത് ഹീലിങ്ങിനാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ മണി റേക്കി ഹീലിങ്ങിനാണെങ്കിൽ മണി റേക്കി ഹീലിംഗ് എഴുതുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും വയ്ക്കുക, മെയിൽ അയക്കുക, മതി. അത്രയേ വേണ്ടൂ. ഇനി അറ്റോൺമെൻ്റ് ആണെങ്കിൽ ജസ്റ്റ് അറ്റോൺമെൻ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങളുടെ പേരും നമ്പറും വയ്ക്കുക, കഴിഞ്ഞു. ചില ആൾ ഇഷ്ടം പോലെ ഒരു എസ്സേ പോലെയൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ടാവും, പേരും ഉണ്ടാവില്ല നമ്പറും ഉണ്ടാവില്ല. ഞാൻ ഈ കഥ മൊത്തം ഇരുന്ന് വായിക്കണം. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, മെയിൽ അയക്കുന്ന എല്ലാവരെയും ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കുന്നതാണ്. ഓക്കെ, ഇനി വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് TF ജേണിയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നു 100 കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 103 104 എങ്ങാണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിലെവിടെയും ഒരു വീഡിയോസിലും ഞാൻ ട്വിൻ ഫ്ലെയിംസ് എന്ന
അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടില്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് ടി എഫ് ജേണി, പ്രത്യേകിച്ച് സൈലൻറ്റ് ടി എഫ് ജേണീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ക്ഷമിക്കുക, കാരണം ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് രേഖി എന്ന് പറയുന്ന മഹത്തരമായൊരു കാര്യമുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ എനിക്കും ഇതിൽ വരുന്നതിന് മുൻപ് ഇതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മരുന്നും ഉപയോഗിക്കാതെ, ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് മെൻ്റലി ആയിക്കൊള്ളട്ടെ, ഫിസിക്കലി ആയിക്കൊള്ളട്ടെ, ഇമോഷണലി ആയിക്കൊള്ളട്ടെ, ഫൈനാൻഷ്യലി ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്യൂസാണോ ഉള്ളത് ആ ഇഷ്യൂസിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ വേദനകളോ മരുന്നുകളോ കൂടുതൽ പൈസ ചിലവോ ഒന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു സഹായകമാവുന്ന വലിയൊരു എന്താ പറയുക, ഞാൻ ചികിത്സ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന പോലും എനിക്ക് തോന്നുക. കാരണം രേഖി എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തരമായൊരു കാര്യമാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, രേഖി എന്നൊരു കാര്യം ഉണ്ടെന്നും രേഖി എത്രത്തോളം നിങ്ങളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് സീതാരാമം എന്ന് പറയുന്നത്. ഇവിടെ ടി എഫ് ജേണീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ജേണിയിലെ ആളുകളെ മാത്രം ബേസ് ചെയ്തിട്ടോ ഒരിക്കലും ഞാൻ ഒരു വീഡിയോയും കൊണ്ട് ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണക്കാരായ എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും, അല്ലാണ്ട് ഒരു കാറ്റഗറി എന്നുള്ളതല്ല. പിന്നെ ഈ ഒരു ചാനലിൽ ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേക്കി റിലേറ്റഡ് ആയിട്ട്, ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് ആ ഒരു കാര്യത്തിന് ക്ഷമിക്കുക. ഞാൻ ഒരു വീഡിയോസിലും ഈ ഒരു ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമെന്ന്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആളാണോ, DM ആണോ, DF ആണോ, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും റിവീൽ ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പം റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം TF റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചാനൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണോ ഇഷ്ടം പോലെ ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ മതി. എനിക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വൂം ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൂം ഹീലിംഗ് മെഡിറ്റേഷനായിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പൂർവികർ, അതുപോലെ തന്നെ നമ്മുടെ പാരൻസ്, നമ്മുടെ പാസ്റ്റ് ലൈഫ്, നമ്മുടെ തന്നെ വൂമ്പിലുള്ള നെഗറ്റിവിറ്റീസ്, അതായത് നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ട്രോമാസ്, ഇതെല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ നമ്മളിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക്, അപ്പോൾ അവരുടെ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വൂം ഹീലിംഗ് മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ വോയിസ് ഞാൻ അയച്ചു തരും. ആ വോയിസിൻ്റെ കൂടെ അതിൽ റേക്കി ചെയ്തിട്ടുണ്ടാവും. അതിനോടൊപ്പം എല്ലാ ദിവസവും ഞാനും നിങ്ങൾക്കൊപ്പം ഇരുന്നിട്ട് റേക്കി എനർജി അപ്പം പാസ് ചെയ്യുന്നുണ്ട്. 21 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടാണ് ഇത് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെഡിറ്റേഷനാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ മെഡിറ്റേഷനിൽ നിങ്ങൾ വിഷ്വലൈസേഷനും നിങ്ങളുടെ മൈൻഡും സോളും ഒക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനതിൽ പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ അമ്മയെ നിങ്ങളെ മൈൻഡിൽ കാണാൻ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരു മെഡിറ്റേഷനാണ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി മെഡിറ്റേഷനാണ്. പ്ലസ് റേക്കി എനർജി ഇവിടുന്ന് ഹീലിംഗ് ചെയ്യുന്നുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങൾ 6 മാസമോ 7 മാസമോ എടുത്തിട്ട് ഹീലാവുന്ന ഒരു കാര്യം 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് റേക്കി എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൂം ഹീലിങ്ങിൻ്റെ ടൈമാണ്. ഒരുപാട് പേർക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ വാട്സപ്പിൽ മെസ്സേജും മെയിലും വന്നത്. അതായത് ഓൾറെഡി എനിക്ക് അബ്രോഡിലുള്ള ഒരുപാട് പേര് എൻ്റെ ക്ലയൻസാണ്, എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത്, മാം ഇന്ത്യൻ ടൈം 8:30 എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ടൈമിൽ മാറ്റമുണ്ട്. മറ്റൊരു കാര്യം, ചില ആൾ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കയറാൻ പറ്റുമോ, ഈ മെഡിറ്റേഷന് കയറാൻ പറ്റുമോ എന്നുള്ളൊരു
ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ആണ് ഞാൻ 8:30 ടൈം പറയുന്നത്, ഇന്ത്യൻ ടൈം, നൈറ്റ് 8:30. ഇവിടെ ഞാൻ ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എനർജി പാസ് ചെയ്യുന്നത്. ആ ഒരു സമയം തൊട്ട് കറക്റ്റ് 24 hours, അതായത് 24 മണിക്കൂറത്തേക്ക് ഞാനത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യുന്നത്. അതായത് ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡേയും അതുപോലെ തന്നെയാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ എനർജി ഞാൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് എൻക്വയറി വരുന്നുണ്ട്. ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ എൻക്വയറിയാണ് എനിക്ക് വൂം ഹീലിങ്ങിന് വരുന്നത്. അതായത് ഞാൻ ബുദ്ധപൂർണിമയ്ക്കും മണിരയ്ക്കും അക്ഷയ തൃതീയയുടെ ഒക്കെ ഗ്രൂപ്പ് ഹീലിംഗ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് എൻക്വയറി വന്നത് ഈ വൂം ഹീലിങ്ങിനാണ്. സോ അത്രയും ഇഷ്യൂസുള്ള ആളുകളുണ്ടെന്നാണ് നമുക്കതൊന്ന് മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 24 hours പ്രോഗ്രാം ചെയ്തിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പം സമയത്തെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് നൈറ്റ് 8:30 കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, ഇപ്പം US ക്ലയൻസ് വരെ എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്ക് 12 hours ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഡേ ടൈം ആകുമ്പോൾ അവിടെ അവർക്ക് നൈറ്റാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാനിവിടെ 8:30 എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം 24 hours പ്രോഗ്രാം ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ടൈമിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ യൂസ് ആക്കാം. നിങ്ങൾക്ക് ഹീലിംഗ് എനർജി കിട്ടും. മീൻസ് റേക്കി എനർജി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹീൽ ചെയ്ത് തരും. 24 hours പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ആ കംപ്ലീറ്റ് 21 daysലും ഞാൻ ചെയ്ത് തരുന്നത്. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യാം. ഇനി എൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 8:30 തന്നെ കയറണോ അതോ രാത്രി ഉറങ്ങുമ്പോൾ ഇത് കേട്ട് ഉറങ്ങാൻ പറ്റില്ലേ എന്നുള്ളത്. ഇവിടെ മേ ബി നിങ്ങൾ ഈ രേഖ കൂടെ ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വിഷ്വലൈസേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നൊരു മെഡിറ്റേഷനാണ്. സോ ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ വളരെ പെട്ടെന്ന് ഓപ്പൺ ആവാൻ പോകുന്നൊരു ടൈമാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾ ഹീലാവും. അപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി കേട്ട് ഉറങ്ങിപ്പോയതുകൊണ്ട് മുഴുവൻ കേട്ടില്ലല്ലോ ഹീലാവോ എന്നൊരു ഡൗട്ട് വേണ്ട. കാരണം ആരൊക്കെയാണോ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഹീലിങ്ങിന് എൻ്റെ അടുത്ത് പേര് തന്നിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഞാൻ എനർജി സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഈ വൂം ഹീലിങ്ങിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് അമ്മമാർ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടും ചെയ്യാം, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാം. ആ ഒരു 3 ജനറേഷനും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനതിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മീൻസ് ഓരോരുത്തർക്കും എടുത്ത് പറയുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളും കൂടി ഹീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മെഡിറ്റേഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം പോയാലൊരു 1/2 hour അത്രയേ വരത്തുള്ളൂ. അത്രയും ഡീപ്പായിട്ട് ചെയ്യുന്ന മീൻസ് അരമണിക്കൂർ കൂടുതൽ ആവാണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതിൻ്റെ പേയ്മെൻറ്റിനെ പറ്റിയിട്ടൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്താണ് ആ ഡൗട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, പെർ ഡേ ആണോ 555 rupees വാങ്ങിക്കുന്നത് എന്ന്. ഒരിക്കലല്ല, നിങ്ങൾക്ക് 21 ദിവസത്തേക്കും കൂടിയിട്ടുള്ള പേയ്മെൻറ്റാണ് 555 രൂപ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ പേയ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ 15th നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്തിൻ 15th ഉള്ളിൽ നിങ്ങൾക്ക് പേ ചെയ്താൽ മതി. ഓക്കെ. ഇനി ബുക്ക് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട്. അവർ പേ ചെയ്യാനുണ്ടെങ്കിൽ മീൻസ് താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പേ ചെയ്തിടുക. അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് സ്ഥിരമുള്ള ഒരു ബുദ്ധിമുട്ടാണത്. കാരണം അതുവരെ നിങ്ങൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കും.
എല്ലാം പേര് രജിസ്റ്റർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ലാസ്റ്റ് ഡേ, ഇപ്പം ഞാൻ രാത്രി 10 മണിക്കാണ് ഹീലിംഗ് വെക്കുന്നതെങ്കിൽ 9:30 കഴിഞ്ഞാൽ പിന്നെ മെയിലും മെസ്സേജും GPayയിൽ നമുക്ക് പേയ്മെൻറ്റ് വരുത്തും, എല്ലാം ഒരുമിച്ചാണ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നത്, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വൂം ഹീലിംഗ് വേണം എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നു അപ്പോൾ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് പേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ തന്നെ പേ ചെയ്യുക. അതുപോലെ തന്നെ ഈ മെയിൽ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. കാരണം ഒരുപാട് പേര് ഒരുമിച്ചിട്ടാകുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ചാൻസ് ആയിരിക്കും നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ നമ്മൾ കാരണം അങ്ങനൊരു ബാഡ് കർമ്മ ഉണ്ടാവേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, അവസാന നിമിഷത്തേക്ക് വെക്കരുത്. എനിക്കും അപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം തുരുതുര എല്ലാവരും കൂടെ ഒരുമിച്ചാണ് മെസ്സേജും മെയിലും ഒക്കെ വരിക ആ സമയത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പറ്റുന്നത്ര നേരത്തെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ പേ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എനിക്കറിയാം കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന്, 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാനതെല്ലാം കൂടെ ക്ലിയർ ചെയ്ത് തന്നത് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി എന്താണ് അതിന് റിപ്ലൈ തരാത്തതെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തേതിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയത്. ദീർഘിപ്പിച്ച് പോയെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.